അള്ളാഹു ഏറ്റെടുത്തു കഴിഞ്ഞാൽ അങ്ങനെയാണ്. സുബ്ഹിക്ക് മനസ്സറിഞ്ഞ് ദ്വാരക്കുന്നത്, അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത്. അല്ലാഹുമ്മ പടച്ചവനെ, ഇഹ്ദിനി ഫീമൻ ഹദൈത്, നീ ആർക്കെല്ലാം സന്മാർഗ ദർശനം നൽകുന്നു റബ്ബേ, എനിക്ക് സന്മാർഗ ദർശനം നൽകണമേ. വആഫിനി ഫീമൻ ആഫൈത്, നീ ആരോഗ്യം നൽകുന്നുവല്ലോ, എനിക്കും ആരോഗ്യം നിലനിർത്തി തരണമേ. ആരോഗ്യമില്ലെങ്കിൽ നിസ്കരിക്കാൻ പറ്റുമോ? ആരോഗ്യമില്ലെങ്കിൽ സൽക്രമം ചെയ്യാൻ പറ്റുമോ? സേവന പ്രവർത്തനങ്ങൾ ഇടപെടാൻ പറ്റുമോ? ജോലിക്ക് പോകാൻ പറ്റുമോ? ഇത് കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുന്നത് വതവല്ലനി, ആരോഗ്യമുണ്ട്, നമ്മുടെ ആരോഗ്യം തിന്മയിലേക്ക് പോകരുത്. സംസാരിക്കാൻ കഴിവുണ്ട്, പക്ഷെ വേണ്ടാത്തരം പറയരുത്, നോവിക്കുന്ന വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയരുത്. ആഫിയത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിൽ നിന്നുള്ളൊരു ഏറ്റെടുക്കൽ കിട്ടണം. അതാ പിന്നെ ചോദിക്കുന്നത്, വതവല്ലനി ഫീമൻ തവല്ലൈത്, നീ ഏറ്റെടുക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും ഏറ്റെടുക്കണമേ. വതവല്ലനി ഫീമൻ തവല്ലൈത്, എന്നിട്ട് അല്ലാഹുവിനോട് ബർക്കത്തിനെ ചോദിക്കുകയാണ്. വബാരിക് ലീ ഫീമാ അഅതൈത്, നീ നൽകിയതിലെല്ലാം ബർക്കത്ത് നൽകണമേ. പിന്നെ പറഞ്ഞു, റബ്ബേ, നിന്റെ ഖലാ, ശർറായ നിന്റെ ഖലായിൽ നിന്ന് നീ എനിക്ക് കാവൽ നൽകണമേ. വഖിനി ശർറ മാ ഖളൈത്. പിന്നെ പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള മദ്ഹ, ഫഇന്നക തഖ്ലി വലാ യുഖ്ളാ അലൈക. അത് അള്ളാഹിനെ പറ്റിയാണ്. ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതാണ്: ഹിദായത്ത്, ആഫിയത്ത്, വിലായത്ത്, ബറക്കത്ത്, വിഖായത്ത്. ഇത് കിട്ടിയ പിന്നെ എന്താ വേണ്ടതൊരു ദിവസം? ആ ദിവസം ശരിയായില്ലേ? ആ ദിവസത്തിന് പിന്നെ എന്ത് കുഴപ്പാണ്? യാ അല്ലാഹ്, അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ അഫ്വ വൽ ആഫിയ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണമേ, ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണമേ. അബൂ അബ്ദുറഹ്മാൻ സുലമി തങ്ങൾ മഹാനവറുകൾ പറയുന്നുണ്ട്, അബൂ ഹഫ്സ് തങ്ങളോട് ആഫിയത്തിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ തന്റെ ഗുരുനാഥൻ അബൂ ഹഫ്സ് തങ്ങൾ പറഞ്ഞു, ജനങ്ങൾ ആഫിയത്ത് എന്താണെന്ന് മനസ്സിലാവാതെ ചോദിച്ചത് അവർക്ക് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. ആഫിയത്ത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ആരോഗ്യം മാത്രം, ആഫിയത്ത് എന്ന് പറഞ്ഞാൽ പൈസയാണ്, ആഫിയത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യമാണ് എന്ന് വിചാരിക്കരുത്. ചോദ്യവും തെറ്റിയവർക്ക് അവർ ഉത്തരം പ്രതീക്ഷിച്ചതും തെറ്റായിരുന്നു. സഅലുല്ലാഹൽ ആഫിയ, അല്ലാഹുവിനോട് ആഫിയത്ത് തരണേ എന്ന് ചോദിക്കുമ്പോൾ അവരറിഞ്ഞില്ല, വലം യഅരിഫു അന്നൽ ബലാഅ യതവല്ലദു മിനൽ ആഫിയ. ആരോഗ്യമുള്ള അവസ്ഥയിൽ, സമ്പത്തുള്ള അവസ്ഥയിൽ, നമ്മൾ സുഖമനുഭവിക്കുന്ന അവസ്ഥയിലാണ് ബലാഉകൾ വരുന്നത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയല്ലേ? പൈസ ഉണ്ടാണ്ട് മൂലക്ക് പോയിരുന്നോളും. അത് കിട്ടുമ്പോഴല്ലേ ഈ മയക്കുമരുന്നും ഡ്രഗും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ നാടുകളിൽ വിപണിയിൽ ഇറങ്ങുന്നത്. കാശുണ്ടായിട്ടല്ലേ? ആഫിയത്ത് അല്ലാഹു നൽകുമ്പോഴല്ലേ, ആരോഗ്യം ഉണ്ടാകുമ്പോഴല്ലേ തിന്മയിലേക്ക് പോകുന്നത്. ആളുകൾക്ക് അറിഞ്ഞില്ല. ആഫിയത്തിലൂടെ ബലാ വരും, പരീക്ഷണങ്ങൾ വരും. കാരണം സയ്യിദുന ആദം അലൈഹിസ്സലാം വമഹില്ലുഹാ അന്ന ആദം അലൈഹിസ്സലാം കാന ഫിൽ ജന്നതി മുആഫൻ മുനഅമൻ ഫതവല്ലദ മിനൽ ആഫിയത്തിൽ ബലാ. ആദം നബി അലൈഹിസ്സലാത്തിൽ അല്ലാഹുവിന്റെ വലിയ നിഅമത്തിലല്ലേ കഴിഞ്ഞത്. വേണ്ടത് തിന്നോളൂ ആദമേ, നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കുടിച്ചോളൂ, ഉടുത്തോളൂ, എന്താണ് വേണ്ടത് ചെയ്തോളൂ എന്ന് പറയുന്ന ഒരു ലോകത്ത്, ആഫിയത്തിന്റെ ലോകത്ത് നിൽക്കുമ്പോഴാണ് അരുതാത്ത പഴം തിന്നണം എന്ന തോന്നൽ ആദം നബി അലൈഹിസ്സലാമിന്റെ ഖൽബിലേക്ക് വന്നത്. ആഫിയത്തിൽ വന്ന ഒരു പരീക്ഷണമാണ്. നമ്മൾ മനസ്സിലാക്കണം, ആഫിയത്തിൽ വന്ന പരീക്ഷണമാണത്. അതുകൊണ്ട് അല്ലാഹു തആലയോട് ആഫിയത്തിനെ ചോദിക്കുന്നതോടൊപ്പം അല്ലാഹുവിനോട് നമ്മളെ ഏറ്റെടുക്കണേ എന്ന് പറയണം, വിലായത്ത് ചോദിക്കണം.